അറബിക്കടലിൽ ചരിഞ്ഞ കപ്പൽ MSC എൽസ-3 പൂർണ്ണമായി മുങ്ങി. കപ്പലിലുണ്ടായിരുന്ന 24 ജീവനക്കാരെയും രക്ഷപ്പെടുത്തി. 21 പേരെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും 3 പേരെ ഇന്ത്യൻ നാവികസേനയുമാണ് രക്ഷപ്പെടുത്തിയത്. Engineer Barbero from MSC Elsa-3. We call the distress signal from our vessel to Indian Coast Guard due to flooding in our vessel. Indian Coast Guard Arnaves came for help and rescued us. Now we are in Coast Guard vessel. Thank you for Coast Guard for saving us. Yesterday, our vessel MV Elsa-3 got distressed from. It was about to sink. Then we call a distress signal to the Indian Coast Guard Arnavesh. Then they came to help us, and thank you to the Indian Coast Guard for helping us. Yes, thank you very much, sir. From the rest of the Filipino crew, and we have one from Ukrainian. I think total of 21 crew we have now on board in Coast Guard 251. Thank you very much for rescuing us. കോസ്റ്റ് ഗാർഡ് മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള നടപടികൾക്കായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. നൂതന എണ്ണച്ചോർച്ച കണ്ടെത്താൻ കോസ്റ്റ് ഗാർഡിന്റെ നൂതന സംവിധാനങ്ങളുള്ള വിമാനങ്ങൾ നിരീക്ഷണം നടത്തുന്നുണ്ട്. ഒപ്പം നിരീക്ഷണത്തിനായി മാതൃകമ്പനിയിൽ നിന്ന് മറ്റൊരു കപ്പൽ കൂടി പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. നിലവിൽ കപ്പൽ മറ്റൊരു കപ്പലുമായി ബന്ധിപ്പിച്ച് കരക്കെത്തിക്കാൻ കഴിയുമോ എന്നതിൽ ചർച്ചകൾ തുടരുകയാണ്. അതേസമയം കണ്ടെയ്നറുകളിലെ രാസവസ്തു ചോർന്നിട്ടില്ലെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കപ്പൽ മുങ്ങിയ ഭാഗത്ത് മത്സ്യബന്ധനം പാടില്ലെന്നും മുന്നറിയിപ്പ് നൽകി. കപ്പലിൽ ആകെ ഉണ്ടായിരുന്നത് 640 കണ്ടെയ്നറുകളാണ്. അതിൽ 13 കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കളും 12 എണ്ണത്തിൽ കാൽസ്യം കാർബൈഡ് ഉണ്ടെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കണ്ടെയ്നറുകൾ ആലപ്പുഴ തീരത്ത് എത്താൻ സാധ്യതയുണ്ടെന്നും കണ്ടെയ്നറുകളിൽ തുടരുതെന്നും നിർദ്ദേശം.